ദായിൽ ഫർണിച്ചർ ആൻഡ് ഇന്റീരിയർ, പൂഴിങ്കുന്ന്, ആലത്തിയൂർ. നമസ്കാരം, വെട്ടൻ ന്യൂസ് ക്യാപ്സൂളിലേക്ക് സ്വാഗതം. പവൻ ഗോൾ തിരൂർ. നാടിന്റെ ആവശ്യങ്ങൾ ചർച്ച ചെയ്ത തിരൂർ MLAയുടെ വികസന സെമിനാറിൽ ഇടതുപക്ഷവും BJPയും പങ്കെടുത്തില്ല. കഴിഞ്ഞ വർഷം തിരൂർ തുഞ്ചൻപറമ്പിൽ സംഘടിപ്പിച്ച വികസന സെമിനാറിന് തുടർച്ചയായാണ് തിരൂർ സാംസ്കാരിക സമുച്ചയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചത്. തിരൂർ സാംസ്കാരിക സമുച്ചയത്തിൽ കുറുക്കോളി മൊയ്തീൻ MLA സംഘടിപ്പിച്ച വികസന സെമിനാർ ശ്രദ്ധേയമായി. തിരൂർ മണ്ഡലത്തിലെ മുനിസിപ്പൽ വിവിധ പഞ്ചായത്ത് അധ്യക്ഷന്മാർ പങ്കെടുത്ത സെമിനാറിൽ ഇടതുപക്ഷത്തെ പ്രതിനിധീകരിച്ച് ആരും പങ്കെടുക്കാത്തത് സെമിനാറിൽ രാഷ്ട്രീയം കണ്ടത് ചർച്ചയായി. ഇടതുപക്ഷം ഭരിക്കുന്ന തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത്, തലക്കാട് പഞ്ചായത്ത് എന്നിവിടങ്ങളിലെ അധ്യക്ഷന്മാർ സെമിനാറിൽ നിന്ന് വിട്ടുനിന്നു. തിരൂർ മണ്ഡലത്തിലെ വികസനം ലക്ഷ്യമിട്ട ചർച്ചയിൽ വിവിധ വകുപ്പ് തല ഉദ്യോഗസ്ഥന്മാർ പങ്കെടുത്തു. തിരൂർ ജില്ലാസ്പത്രി ജനറൽ ആശുപത്രിയായി ഉയർത്തണമെന്ന ആവശ്യം ഉൾപ്പെടെ തിരൂർ റെയിൽവേ സ്റ്റേഷൻ, മണ്ഡലത്തിലെ വൈദ്യുതി മേഖലയിലെ പ്രശ്നങ്ങൾ, പൊന്മുണ്ടം പോലീസ് ലൈൻ, പുതിയ ബൈപ്പാസ് റോഡ്, ലഹരിക്കെതിരെയുള്ള മുന്നൊരുക്കം തുടങ്ങിയ വിവിധ വിഷയങ്ങൾ സെമിനാറിൽ ചർച്ചയായി. ജില്ലാസ്പത്രി മോർച്ചറിയിലേക്ക് 2 പുതിയ ഫ്രീസറുകൾ കഴിഞ്ഞ ദിവസം ലഭ്യമാക്കിയതായും പൊന്മുണ്ടം പോലീസ് ലൈൻ പദ്ധതിയിൽ പുതിയ സർവേ കല്ലുകൾ സ്ഥാപിക്കുമെന്നും തിരൂരിലെ മാധ്യമപ്രവർത്തകർക്കായി ആസ്ഥാനം ഒരുക്കുമെന്നും MLA പറഞ്ഞു. തിരൂർ മണ്ഡലത്തിൽ മത്സര പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്കായി പരിശീലന കേന്ദ്രം ഒരുക്കണമെന്ന ആവശ്യവും പരിഗണിക്കുമെന്നും MLA ചർച്ചയ്ക്ക് ശേഷമുള്ള മറുപടിയിൽ പറഞ്ഞു. തിരൂർ നഗരത്തിൽ വ്യവസായ കേന്ദ്രം തുടങ്ങണമെന്ന വ്യാപാരികളുടെ ആവശ്യം പരിഗണിക്കുമെന്നും തിരൂർ നഗരത്തിലുള്ള വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള വിതരണ പൈപ്പ് ലൈനുകൾ കാലപ്പഴക്കം മൂലം പൊട്ടി കുടിവെള്ളം റോഡിലൂടെ ഒഴുകുന്നത് നിത്യസംഭവമായതിനാൽ അവ മാറ്റി സ്ഥാപിക്കാൻ 20 കോടി രൂപയുടെ പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ടെന്നും അതിന് ആവശ്യമായ പണം മന്ത്രിസഭയെ സമീപിച്ച് നേടിയെടുക്കുമെന്നും കുറുക്കോളി മൊയ്തീൻ MLA വ്യക്തമാക്കി. പുതിയ സാഹചര്യം വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ എല്ലാവർക്കും ഇന്നലെ പറഞ്ഞ അഭിപ്രായം അതുമായി വേറെ രീതിയിലാക്കണം എന്ന് ഇന്ന് തോന്നാറുണ്ട്. ഓരോ ദിവസവും നമ്മുടെ ആവശ്യങ്ങൾ കൂടി വരുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ അതുപോലെ തന്നെ പുതിയ സംരംഭത്തിൽ ഒരുപക്ഷെ ഈ ഗവൺമെന്റിന്റെ കാലത്ത് ഒരു സമ്പൂർണ്ണ ബജറ്റ് ഇപ്പോഴാണ് വരുന്നത്. ഈ ബജറ്റ് ഈ ഒരു സമ്പൂർണ്ണ ബജറ്റ് ഈ ഗവൺമെന്റിന്റെ കാലത്തുണ്ടായിരുന്നു. കേന്ദ്രത്തിനാണെങ്കിലും സംസ്ഥാനത്തിനാണെങ്കിലും ഈ പ്രാദേശിക ഭരണകൂടങ്ങളെ അഭിവൃദ്ധി ചെയ്യേണ്ടതാണെങ്കിലും ഏതൊക്കെ തരത്തിൽ എന്തൊക്കെ ഇടപെടൽ നമുക്ക് ആവശ്യമുണ്ട് എന്നതിനെക്കുറിച്ച് നമുക്ക് ഒരു വിലയിരുത്തൽ, ആ നിർദ്ദേശങ്ങളുടെ ഒരു സമാഹരണം ആണ് ഇന്ന്. തിരൂർ ജില്ലാസ്പത്രിയിലും മണ്ഡലത്തിലെ മറ്റ് ആശുപത്രികളിലും ഡയാലിസിസ് കേന്ദ്രങ്ങളും മറ്റ് അടിയന്തര ചികിത്സാ സംവിധാനങ്ങളും കൂടുതൽ മെച്ചപ്പെടുത്തണമെന്ന ആവശ്യവും പരിഗണിക്കുമെന്നും MLA കൂട്ടിച്ചേർത്തു. തിരൂർ നിലമ്പൂർ വഴി മൈസൂരിലേക്ക് ട്രെയിൻ സർവീസ് കൊണ്ടുവരുന്നത് ഭാവിയിലെങ്കിലും യാഥാർത്ഥ്യമാവാൻ പരിശ്രമിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. നഗരസഭ വിവിധ ബ്ലോക്ക് പഞ്ചായത്ത് അധ്യക്ഷന്മാരും സഹ അധ്യക്ഷന്മാരും സെമിനാറിൽ പങ്കെടുത്തു. വെട്ടൻ ന്യൂസ് തിരൂർ. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.